അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പം വേറെ ഒന്നുമല്ല, എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന മുട്ടപ്പുട്ടാട്ടോ ഇന്നത്തെ എൻ്റെ ഇര. അപ്പം ഇതിനായിട്ട് വേണ്ടത് സവാള കിരികിരി, അതുപോലെ തന്നെ പച്ചപ്പറങ്കിയും പിന്നെ കൊച്ചുള്ളിയും പിന്നെ വെളുത്തുള്ളി ആട്ടോ. വെളുത്തുള്ളി ഞാൻ എടുത്തത് ബിക്കോസ് ഓഫ് എനിക്കിഷ്ടം വെളുത്തുള്ളിയുടെ ടേസ്റ്റ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. പിന്നെ നമ്മുടെ പുട്ടിങ്ങനെ പൊടിയായി പൊടിച്ചത്, പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട ഒരു ചീൻചട്ടി വെക്കുക. ചീൻചട്ടിയിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. കടുകിട്ട് പൊട്ടുകയെന്ന് ഉറപ്പ് വന്നാൽ ഒന്നും നോക്കണ്ട, അതിനകത്തേക്ക് കുറച്ച് കടുകിടുക. അപ്പോൾ തന്നാലെ പൊട്ടുന്നത് നമുക്ക് കാണാം. പിന്നെ കറിവേപ്പില ഇടുക. ഓ, ആ സൗണ്ട് കേട്ടാൽ എന്തൊരു സമാധാനം. ഓ, വാട്ട് എ റിലാക്സേഷൻ. പിന്നെ നമ്മൾ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പറങ്കിയൊക്കെ ഇട്ട് മിക്സ് വേറെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി മറിച്ച് അടിക്ക് പിടിക്കുന്ന ഉറപ്പായാൽ ഒന്നും നോക്കണ്ട, ബാക്കിയുള്ള സവാളയും കൂടി അങ്ങ് തട്ടിക്കൊടുക്കട്ട. പിന്നെ ഒന്നും നോക്കണ്ട, ലേശം ഉപ്പ് ഇട്ട് കയ്യിൽ കൊണ്ട് മറ്റേ സാധനം കിറേ അതും കൂടി ചെയ്ത് വഴണ്ട് വന്നെന്ന് ഉറപ്പായാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉറപ്പായാൽ മാത്രം നമ്മളെല്ലാ മസാലകളും ഇട്ട് ഇപ്പം ഞാനിട്ടത് മാഗി മസാല ഇട്ടാ. അത് ആക്ച്വലി ബാക്കി ഉണ്ടായ മാഗീൻ്റെ അടുത്ത് നിന്ന് കുറച്ച് മാഗി മസാല ഉണ്ടായപ്പോൾ അതെടുത്ത് ഇട്ടു. അത്രയേ ഇല്ലയോ, ഇരിക്കട്ടെ ഒരു ടേസ്റ്റ്. അത്ര നല്ലതൊന്നല്ല എന്നറിയാം, എന്നാലും അപ്പം നമ്മൾ ആ സാധനം ഇട്ടങ്ങ് ഇളക്കി വഴറ്റി ഒരു പരിവാക്കിയതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. പിന്നെ ആ മുട്ട നമ്മളൊന്ന് ഇളക്കി മറിച്ചെടുക്കുക. ഈശ്വര, ഇതാണെങ്കിൽ ഇളക്കിയിട്ടും ആവുന്നേ ഉണ്ടായിട്ടോ. കുറേ നേരം ഇങ്ങനെ ഇളക്കി വയ്യാന്നേ ഇതൊന്ന് സെറ്റായി വന്നത്. അപ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിങ്ങനെ കഷ്ടപ്പെട്ട് അതിനകത്ത് നിന്ന് ഇങ്ങനെ കുത്തി ഇളക്കി മറിക്കുക. എൻ്റെ ചെറിയ ചീൻചട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവസാനം നമ്മുടെ പുട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതാണ് അപ്പം നമ്മുടെ മുട്ടപ്പിട്ട്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, അടിപൊളി, നല്ല ടേസ്റ്റായിരുന്നു, സൂപ്പർ.